ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉലുവ കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. കർക്കിടക മാസമല്ലേ, ഉലുവ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിക്കണം. 7 ദിവസം കഴിക്കണം എന്നാണ് പറയുന്നത് ഉലുവ കഞ്ഞി. നമ്മുടെ ദേഹരക്ഷയ്ക്കൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഉലുവ കഞ്ഞി 2-3 തരത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടാം. ഇന്ന് ഏറ്റവും എളുപ്പമുള്ളൊരു രീതി കാണിക്കാം. ഉലുവ കഞ്ഞി ഉണ്ടാക്കുന്നതിനായി തലേ ദിവസം 2 സ്പൂൺ ഉലുവ കഴുകി കുതിർത്ത് വെച്ചതാണ്. പിന്നെ 1/2 ഗ്ലാസ് നുറുക്കരിയാണ് എടുത്തത്. പിന്നെ 1/2 ഗ്ലാസ് ചെറുപയർ. നുറുക്കരിക്ക് പകരം പച്ചരിയോ മട്ടയരിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് നുറുക്ക് ഗോതമ്പും കൂടി ചേർത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, നല്ലതല്ല, ടേസ്റ്റും ഉണ്ടാവും. എല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി പിന്നെ ഉലുവയും ആ കഴുകിയ പയറുവർഗ്ഗങ്ങളും അരിയൊക്കെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. 2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചു. വെന്ത് വരുമ്പോഴത്തേക്ക് തേങ്ങ ജീരകമാണ് വേണ്ടത്. ഞാനതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് മിക്സിയിലിട്ടിട്ട്. ഇങ്ങനെ ചതക്കണമെന്നില്ല, ചിരകിയിട്ട് അങ്ങനെ ഇടാം, അല്ല അരച്ചിട്ട് ചേർക്കുന്നത് അങ്ങനെ ചേർക്കാം. പിന്നെ എല്ലാം വെന്ത് വന്നപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റിയായ ഉലുവ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ